ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ അവസാനത്തെ ഒരു വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമുക്കിനി തീരാനുണ്ടായിരുന്നത് അവസാനത്തെ മൊഡ്യൂളിലെ 15.3, 15.4 എന്നുള്ള സെക്ഷൻസ് ആയിരുന്നു. നമുക്ക് 15.3 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 15.3 തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നെയിം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്നുള്ള സെക്ഷനാണ്. അതായത് ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പല പാത്തുകളിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള ഡിഫറെൻറ്റ് പാത്തുകൾ. വേണമെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പം 0 നിന്ന് 1 പോകുന്ന 3 പാത്തുകൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഒന്നാമത്തെ പാത്ത് y=x, y=x², y=x³ എന്നുള്ള 3 പാത്തുകളിൽ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഇതിനകത്ത്. ആ എക്സാമ്പിൾ അവിടെ ചെയ്തിട്ടുമുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. എങ്കിലും ഐഡിയ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് പാത്ത്, അതായത് സെയിം സ്റ്റാർട്ടിംഗ് പോയിൻറ്റും സെയിം എൻഡിങ് പോയിൻറ്റുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പാത്തുകളിൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറുകൾ എപ്പോഴും സെയിം ആകുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. അതിൽ നിന്നാണ് നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രോബ്ലം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം, പക്ഷേ ഐഡിയ ഇതാണ്. അപ്പം ഇതേപോലെ ഡിഫറെൻറ്റ് പാത്തുകൾ വന്നാലും ആ ഇൻ്റഗ്രേഷൻ ഫൈനൽ ആൻസറിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പാത്തിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു ഹെഡിങ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനിയും അതിൻ്റെ അകത്ത് വരുന്ന സബ്സെക്ഷൻസാണ് വർക്ക് ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രേഷനെ നമ്മൾ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ വർക്ക് ഡൺ എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് ഈക്വലാണ് ഈ ഇൻ്റഗ്രൽ F.dr കണ്ടുപിടിക്കുന്നത് എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ F.drന് പകരം നമുക്ക് F.t ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി F.dr അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി F.dt എന്ന് പറയുന്നത് വർക്ക് ഇൻ്റഗ്രലാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അത് 2 സ്പേസിൽ വരുമ്പോഴെങ്ങനെയാണ്, 3 സ്പേസിൽ വരുമ്പോഴെങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്പേസിലാണെങ്കിൽ എക്സും വൈയും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം ഇൻ്റഗ്രൽ F.dr എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി f(x/dx) പ്ലസ് g(x/dy) എന്നുള്ളതാകുകയും 3 സ്പേസ് ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി F.dr എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി f(x/y/dx) പ്ലസ് g(x/y/dy) പ്ലസ് h(x/y/dz) ആയിട്ട് മാറുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. അതവിടെ കഴിഞ്ഞു. പ്രോബ്ലം വരുമ്പം അതനുസരിച്ച് ചെയ്യുക. ഇനി നമ്മൾ ആ മെയിൻ ഹെഡിങ്ങിൽ പറയുന്ന ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്നുള്ളതിലോട്ട് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഐഡിയ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും വരുന്നത് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കത് വെരിഫൈ ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ 1 നോക്കുക. ദ ഫോഴ്സ് ഫീൽഡ് എഫ്. അപ്പോൾ എഫ് എന്നുള്ള രീതി അത് ഫോഴ്സ് ഫീൽഡായിട്ടാണ് വരുന്നത്. ഫോഴ്സ് ഫീൽഡ് തന്നിട്ടുണ്ട് yi+xj ആണ്. അപ്പോൾ 2 സ്പേസിൽ വരുന്ന yi+xj ആണ് ഫോഴ്സ് ഫീൽഡ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഫൈ തന്നിട്ടുണ്ട്. φ(xy) = xy, അതായത് ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻ്റ് ഓഫ് φ(xy). ഓക്കെ, അതായത് അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എഫും ഫൈയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എഫും ഫൈയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ F = ∇φ ആണ്. അതായത് എഫും ഫൈയും തമ്മിലുള്ള ബന്ധം ഇതാണ്. എഫ് ഫോഴ്സ് ഫീൽഡാണ്. അതേപോലെ തന്നെ ഫൈ എന്ന് പറയുന്നത് ഫൈയുടെ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ, ഗ്രേഡിയൻ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഗ്രേഡിയൻ്റ് എന്താണെന്നുള്ളത്, ആ ഗ്രേഡിയൻ്റ് ഇനി അറിയത്തില്ലെങ്കിൽ അത് അടുത്ത പേജിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. എന്താണെങ്കിലും ഇത് മനസ്സിലാക്കുക. ഫോഴ്സ് ഫീൽഡ് എഫ് എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ ആണ്. ഗ്രേഡിയൻ്റ് നമ്മൾ ഡെൽ എന്നാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ∇φ = F എന്നാണ് അത് തമ്മിലുള്ള റിലേഷൻ. അതായത് ഈ ഫൈ എന്നുള്ള തന്നിരിക്കുന്നത് ഇവിടെ XY ആണ്. അപ്പോൾ ഈ XY എന്നുള്ള ഫൈൻ്റെ ഗ്രേഡിയൻ്റ് കണ്ടുപിടിച്ചാൽ ആ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ വെച്ചൊരു ഡെഫിനിഷൻ അതിനുണ്ട്, ഡെല്ല് കണ്ടുപിടിക്കാൻ. അപ്പം അത് ∇φ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ എഫ് ആയിട്ടുള്ള yi+xj എന്നുള്ളത് കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്താണെങ്കിലും ഇവിടെ എഫ് തന്നിട്ടുണ്ട്, ഫൈ തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി F.dr ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എവിടെ മുതൽ എവിടം വരെയാണ്? 0 മുതൽ 1 വരെ പോകുന്ന പാത്താണ്. അപ്പോൾ 0 മുതൽ 1 വരെ പോകുന്ന പാത്ത് 3 പാത്തുകൾ തന്നിട്ടുണ്ട്. A, B, C എന്നുള്ളത് ആയിട്ട് 3 പാത്തുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പാത്തിലും
ഉള്ള ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ സി ആണ് ഇവിടെ ഡിഫറൻ്റ് ആകുന്നത്, വ്യത്യസ്തമായിട്ട് വരുന്നത്. അപ്പോൾ എ ആദ്യമേ ചെയ്യാം, ബി അതിനുശേഷം സി നമുക്ക് നോക്കാം. അപ്പം പാത്ത് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പാത്ത് ഇതാണ്. ഒന്നാമത്തെ പാത്ത് ഇങ്ങനെ ഈ ഒരു പാത്താണ് y ഈക്വൽ ടു എക്സ് എന്നുള്ള പാത്ത്. രണ്ടാമത്തെ പാത്ത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. മൂന്നാമത്തെ പാത്ത് y ഈക്വൽ ടു എക്സ് ക്യൂബ്. ഈ എക്സ് y ഈക്വൽ ടു എക്സ് ആയിക്കോട്ടെ, എക്സ് സ്ക്വയർ ആയിക്കോട്ടെ, എക്സ് ക്യൂബ് ആയിക്കോട്ടെ, അത് 0 മുതൽ 1 വരെയുള്ള ആ എന്താണ് ആ ഗ്രാഫിൻ്റെ സെക്ഷനാണ് നമ്മുടെ സി ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലത്തിനകത്ത് വിത്ത് എക്സ് ഈസ് ഈക്വൽ ടു ടി ആസ് ദ പാരാമീറ്റർ. അപ്പോൾ നമ്മൾ പാരാമെട്രിക് ഇക്വേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു ടി ആയിട്ട് കൊടുക്കുകയും ഫംഗ്ഷൻ എന്താണ്, അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു ടി ആയിട്ട് നമ്മൾ എടുക്കും. പാരാമെട്രൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടി എക്സിൻ്റെ സ്ഥാനത്ത് ടി കൊടുക്കുകയും വൈയുടെ സ്ഥാനത്ത് എന്താണ്, അത് എഫ് ഓഫ് ടി ആയിട്ടാണ് മാറുന്നത്. അപ്പം എഫ് ഓഫ് ടി ആയിട്ട് മാറുമ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് വൈ ഈക്വൽ ടു ടി ആകും. എക്സിന് പകരം ടി കൊടുക്കുമ്പം വൈയും ടി ആകും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടി എന്നും വൈ ഈക്വൽ ടു ടി എന്നുമാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടിയും വൈ ഈക്വൽ ടു ടിയും നമുക്കുണ്ട്. ടിയുടെ റേഞ്ച് 0 മുതൽ 1 വരെയാണ് എന്ന് നമുക്കറിയാം. ടിയുടെ റേഞ്ച് 0 മുതൽ 1 വരെ, ആ ഗ്രാഫിനകത്ത് താഴെ നോക്കിയാൽ മതി. ടിയുടെ റേഞ്ച് 0 മുതൽ 1 വരെ വരുമ്പോഴാണ് 1 എത്തുന്നത്. അപ്പം എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പം ഇനിയും നമുക്ക് നോർമലി ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോൾ അതിനകത്ത് എഫിൻ്റെ വാല്യൂവും ഡി ആറിൻ്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അവിടെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് എന്താണ് ഡി എക്സും ഡി വൈയും ഒക്കെ വരും. അപ്പം ആ ഒരു വാല്യൂസും കൂടെ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ആ ഡി എക്സ് ഈസ് ഈക്വൽ ടു ടി ആണെങ്കിൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താകും, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ ഡി മാത്രം എടുക്കുന്നു. അപ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. വൈ ഈക്വൽ ടു ടി ആണെങ്കിൽ ഡി വൈ ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. അപ്പം ഡി എക്സ് ഡി ടി ആണ്, ഡി വൈ ഡി ടി ആണ്, എക്സ് ഈസ് ഈക്വൽ ടു ടി ആണ്, വൈ ഈക്വൽ ടു ടി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഇനിയും എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാം. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, വൈ ഐ പ്ലസ് എക്സ് ജെ ആണ്. ഓക്കെ, അപ്പം എഫ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വൈ ഐ പ്ലസ് എക്സ് ജെ ആണ്. അതേ ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണം. അപ്പോൾ ഡി ആർ കണ്ടുപിടിക്കാൻ ആറ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ ആണ് ആറായിട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ആർ ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആണ്. അപ്പം ഡി ആർ എന്ന് പറയുന്നത് നോർമലി എന്താകും, ഡി ആർ എന്ന് പറയുന്നത് നോർമലി ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആകും. ഇങ്ങനെയാണത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ആർ ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആയതുകൊണ്ട് ഡി ആർ ഈക്വൽ ടു അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ ഡി എക്സ് ആകും. എക്സ് എന്നുള്ളത് ഡി എക്സ് ആയിട്ട് മാറുന്നു, മനസ്സിലായോ? എക്സ് ഡി എക്സ് ആകുന്നു, വൈ ഡി വൈ ആകുന്നു. അങ്ങനെയാണ് ഡി ആർ കണ്ടുപിടിക്കുന്നത്. അപ്പം എഫ് ഇവിടെയുണ്ട്, ഡി ആറും ഇവിടെയുണ്ട്. ഡി ആർ നമുക്കിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് വൈ ഐ പ്ലസ് എക്സ് ജെ ഡോട്ട് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ എന്നുള്ള രണ്ടെണ്ണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ഐ ക്രോസ് ഐ ആയിട്ട് 1 ആയിട്ട് മാറും, ജെ ക്രോസ് ജെയും 1 ആയിട്ട് മാറും. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ടേമുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പം വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ആയിട്ട് മാറും. അപ്പോൾ ഇത് ആലോചിച്ച് വെച്ചിരിക്കുക. എന്താണ് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഇത്രയും സ്റ്റെപ്പ് ഇനി അടുത്ത ബിക്കും സിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻ്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി എക്സ് ആ കർവ് മാറുന്നതനുസരിച്ചുള്ള ആൻസർ നമ്മൾ കണ്ടുപിടിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി ഇൻ്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ആണ്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രോബ്ലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വൈ ഈക്വൽ ടു ടി ആണെന്നും എന്താണ് വൈ ഈക്വൽ ടു ടി ആണെന്നും എക്സ് ഈസ് ഈക്വൽ ടു ടി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു ടി ആണ്, എക്സ് ഈസ് ഈക്വൽ ടു ടി ആണ്. അതേപോലെ തന്നെ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി ആണ്,
ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി ആണ്, ഡി വൈ ഈക്വൽ ടു ഡി ടി ആണ്. അപ്പോൾ ഡി എക്സ് ഡി ടി, ഡി വൈ ഡി ടി, എക്സ് ഈസ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി. ഈ സാധനങ്ങളെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം വൈ ഈക്വൽ ടു ടി ആയതുകൊണ്ട് ടി ആകുന്നു, ടി വരുന്നു, ടി പ്ലസ് ഡി എക്സ് എന്നുള്ളത് ഡി ടി ആയിട്ട് മാറും. അപ്പോൾ അത് കോമൺ ആയിട്ട് എടുക്കാം. അപ്പം ടി പ്ലസ് എക്സും ടി ആണ്. അപ്പം ടി പ്ലസ് ടി ഇൻറ്റു ഡി ടി എന്ന് വരും. അപ്പം ടി പ്ലസ് ടി എന്ന് പറയുമ്പോൾ 2t ആണ്. ഇൻ്റഗ്രൽ ഓവർ 0 to 1. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി മാറിയിട്ട് ടിയുടെ റേഞ്ച് ആയിട്ടുള്ള 0 മുതൽ 1 വരെ ആയിട്ട് മാറും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ടി പ്ലസ് ടി 2t ആകുന്നു, ഡി ടി ആകുന്നു. രണ്ടിടത്തും ഡി ടി ആണ് വന്നിരിക്കുന്നത്. അപ്പം ഡി ടി കോമൺ എടുത്ത് ഡി ടി വെളിയിൽ വരും. അപ്പോൾ ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി, 2 കോമൺ എടുക്കുക, ഇൻ്റഗ്രൽ ടി ചെയ്യുക. ഇൻ്റഗ്രൽ ടി ചെയ്യുമ്പോൾ t²/2 വരുന്നു. അപ്പോൾ 2 × t²/2 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. അപ്പോൾ 2/2 എന്നുള്ളത് വെളിയിൽ വരും. അപ്പോൾ t² ഇൻ ദ ലിമിറ്റ് 0 to 1 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് ആൻസർ കിട്ടും. അതായത് എയ്ക്കകത്ത് y ഈക്വൽ ടു എക്സ് എന്നുള്ള പാത്തിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1 ആണ് എന്ന് ഇവിടുന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബി നോക്കാം. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എക്സ് ഈസ് ഈക്വൽ ടു ടി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സിനെ ടി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം കറസ്പോണ്ടിങ് നമ്മുടെ വൈ ഈക്വൽ ടു എന്തായിരുന്നു, വൈ ഈക്വൽ ടു x² ആയിരുന്നു നമുക്കുള്ളത്. അപ്പോൾ വൈ ഈക്വൽ ടു x² എന്നുള്ളത് എക്സ് ഈസ് ഈക്വൽ ടു ടി ആയതുകൊണ്ട് അത് t² ആയിട്ട് മാറും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടി വരുന്നു, വൈ ഈക്വൽ ടു t² വരുന്നു വിത്തിൻ ദ ലിമിറ്റ് 0 ≤ ടു t ≤ 1 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് f.dr ആണ് വേണ്ടത്. അത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ആണ്. അപ്പോൾ ഇതിനകത്ത് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ വാല്യൂ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ 0 to 1 ആകുന്നു. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് t² ആണ്. t² ഡി ടി എന്ന് പറയുന്നത് ഡി എക്സ് വരും പ്ലസ് എക്സിന് പകരം ടി കൊടുക്കണം. അപ്പം ടി ഇൻറ്റു ഡി വൈ കണ്ടുപിടിക്കണം. അപ്പം ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു t² ആണ്. അപ്പം വൈ ഈക്വൽ ടു t² ആണെങ്കിൽ ഡി വൈ എന്ന് പറയുന്നത് അതിനെ ഡെഫിനിഷ്യേറ്റ് ചെയ്യുമ്പം 2t വരുന്നു. അപ്പം 2t ഡി ടി എന്ന് വരും. അപ്പം ടി ഇൻറ്റു 2t ഡി ടി എന്ന് വരും. അതായത് ഇൻ്റഗ്രൽ 0 to 1 ഒരു t² ആദ്യം കിടക്കുന്നു, രണ്ടാമത് എന്താണ് ടി ഇൻറ്റു 2t. അപ്പം t² പ്ലസ് 2t² എന്ന് വരും. അത് ഇൻ്റഗ്രൽ 0 to 1. അപ്പം 3t² എന്നാണ് നമുക്കിവിടെ വരുന്നത്. അതാണ് ഇവിടെ 0 to 1 3t² എന്ന് വന്നിരിക്കുന്നത്. അതിന് ഇടയിലുള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. അതായത് ഡി വൈ കണ്ടുപിടിക്കുമ്പോൾ ഡി എക്സും ഡി വൈയും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എക്സും വൈയും എന്താണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ഡി എക്സും ഡി വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ ഡി എക്സും ഡി വൈയും കണ്ടുപിടിക്കുമ്പോൾ ഡി വൈ കണ്ടുപിടിക്കുമ്പോൾ അത് 2t² ആയിട്ട് മാറും. അങ്ങനെയാണ് t² പ്ലസ് 2t² ആയിട്ടുള്ള 3t² വരുന്നത്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വിത്തിൻ ദ ലിമിറ്റ് 0 to 1 കൊടുക്കുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും 1 ആണ് കിട്ടുന്നത്. നമുക്കറിയാം ഡിഫറെൻറ്റ് പാത്ത് ആകുന്നുവെങ്കിലും അതിൻ്റെ ആൻസർ സെയിം ആയിട്ട് വന്നിരിക്കും. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ സി നോക്കാം. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു ടി കൊടുക്കുന്നു, വൈ ഈക്വൽ ടു t³ കൊടുക്കുന്നു. അതായത് x³ ആണ് പാർട്ട്. അപ്പം വൈ ഈക്വൽ ടു t³ എന്ന് വരും. അപ്പോൾ f.dr കണ്ടുപിടിക്കുന്നു, ഇതേപോലെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് എന്ന് പറയുമ്പം ഡി ടി വരും. അപ്പം ഇൻ്റഗ്രൽ 0 to 1 വൈ ഡി എക്സ് വൈ ഈക്വൽ ടു x³ ആണ്. സോ x³ പ്ലസ് എക്സ് ഡി വൈ, എക്സിൻ്റെ വാല്യൂ ടി ആണ്. സോ ടി ഇൻറ്റു ഡി വൈ കണ്ടുപിടിക്കണം. ഡി വൈ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അറിയാം y ഈക്വൽ ടു x³ ആയതുകൊണ്ട് ഡി വൈ കണ്ടുപിടിക്കുമ്പം 3t² ഡി ടി എന്ന് കിട്ടും. അപ്പോൾ ടി ഇൻറ്റു 3t² എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഒരു x³ പ്ലസ് 3x³. അപ്പം എക്സ് അല്ല t³ 4t³ എന്ന് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന 4t³. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 കിട്ടും. അപ്പം എയും ബിയും സിയും 3 എണ്ണവും വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴും അതിൻ്റെ ആൻസർ 1 എന്ന് തന്നെ കിട്ടി. 3ൻ്റെയും ആൻസർ സെയിം ആയിട്ട് കിട്ടി. ഇതാണ് പാത്തുകൾ മാറിയാലും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണെങ്കിൽ അതിൻ്റെ ആൻസറിന് വ്യത്യാസമുണ്ടോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ വെരിഫിക്കേഷൻ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനിയും ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഒരു തിയറമാണ് വരുന്നത്. ഫണ്ടമെൻ്റൽ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. നെയിംഡ് തിയറംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറയാം, പ്രൂഫും ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി എന്താണെന്ന് നോക്കുക.
സപ്പോസ് ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ ആണ്. എഫ് തന്നിട്ടുണ്ട്. ഓക്കെ, എഫ് തന്നിട്ടുണ്ട്. ഇസ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ഇൻ സം ഓപ്പൺ റീജിയൻ ഡി containing the points x0, y0 and x1, y1 and that f of xy and g of xy are continuous in the region. അതേപോലെ തന്നെ if f of xy is equal to del f of xy and if c is any point-wise smooth parametric curve that starts at x0, y0 and ends at x1, y1 and lies in the region D, then integral over c f dot dr എന്ന് പറയുന്നത് ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0 ആണ് എന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ ഈ തിയറത്തിൽ പറയുന്നത് സത്യത്തിൽ എന്താണ്, എഫ് എന്നുള്ളത് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ്. അപ്പോൾ എഫ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്, എഫിനെ ഡെൽ ഫൈ ആയിട്ട് എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് എഫിനെ ഒരു ഫംഗ്ഷൻ്റെ ഡെല്ലായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണ്ടീഷനും ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഈ എന്താണ് എന്തിൻ്റെ ഡെല്ലായിട്ടാണോ എഫിനെ എഴുതിയത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മൈനസ് എൻഡിങ് പോയിന്റ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കാണാൻ പഠിക്കണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞ് എഴുതിയാൽ എന്താണ്, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ഇതേപോലെ തന്നെ എഴുതിയിരിക്കണം. മനസ്സിലായോ? അപ്പം കീ കിട്ടാൻ നേരത്ത് അധ്യാപകർക്ക് വാല്യുവേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ കീ ഇങ്ങനെ ആയിരിക്കും, ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ മാർക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ തന്നെ എഴുതുക. പ്രൂഫിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മളുടേതായ രീതിയിലൊക്കെ ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. എഫ് തന്നിട്ടുണ്ട്, എഫിനെ ഡെൽ ഫൈ ആയിട്ട് എഴുതാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ കൺസർവേറ്റീവ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0 ആണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രൂഫ്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. സപ്പോസ് ദി ഈസ് എ ഗിവൻ പാരാമെട്രിക്കലി ഗിവൻ എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആണ്, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി ആണ്. അതേപോലെ ടി ഇൻ ദ ലിമിറ്റ് എ ലെസ് ആൻ ഈക്വൽ ടു ടി ലെസ് ആൻ ഈക്വൽ ടു ബി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പം കൺസർവേറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് നമുക്കറിയാവുന്നത് ഇങ്ങനെയാണ്, എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ആയിട്ട് എഴുതാൻ പറ്റും. എഫ് ഈക്വൽ ടു ഡെൽ ഫൈ ആണ്. അപ്പം ഡെൽ ഫൈ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ ഡെൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ അടുത്ത പേജിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഡെൽ ഫൈയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. എന്താണ് ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ വൈ ജെ എന്നുള്ളതാണ് ഡെല്ലിൻ്റെ ഡെഫിനിഷൻ. ഇത് 2 സ്പേസ് ആണെങ്കിൽ ഇങ്ങനെ, 3 സ്പേസ് ആണെങ്കിൽ ജെയും കൂടെ വരും. ഓക്കെ, ഡോ ഫൈ ബൈ ഡോ ഇസഡ് ജെ കെ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എന്താണെങ്കിലും എഫ് ഈസ് ഈക്വൽ ടു ഇതാണ് ഡെൽ ഫൈയുടെ ഡെഫിനിഷൻ. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. അപ്പം എഫ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുക, തന്നിരിക്കുന്ന കാര്യമാണ്. അത് കൺസർവേറ്റീവ് ആണ് എന്നുള്ളതുകൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ തന്നിരിക്കുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാം. എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാൻ വേണ്ടി എഫ് എന്താണ്, എഫ് ഇതാണ് എന്ന് നമുക്കറിയാം. എഫ് ഇങ്ങനെയാണ് ഡോട്ട് ഡി ആർ എന്താണെന്ന് നമുക്കറിയാം. ഡി ആർ എന്താണ്, ഐ ഡി എക്സ് പ്ലസ് ജെ ഡി വൈ എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പം എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ വൈ ഡി വൈ ആണ്. എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോൾ അതങ്ങനെ കിട്ടും. കാരണം ഐ സ്ക്വയർ 1 ആണ്, ജെ സ്ക്വയർ 1 ആണ്. കറസ്പോണ്ടിങ് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും മതിയാകും. അപ്പോൾ നമുക്ക് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് കിട്ടും, പ്ലസ് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്നും കിട്ടും. കാരണം ബാക്കിയുള്ള ഐയും ജെയും അത് ക്യാൻസലായി പോകും. ക്യാൻസലായിട്ടുള്ള അത് 1 ആയിട്ട് മാറും. ഐ സ്ക്വയറും ജെ സ്ക്വയറും 1 ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എന്നുള്ളത് മാറ്റി ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുന്നു, എയും ബിയും കൊടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി. ഇനി നമ്മൾ അവിടെ ചെയ്യുന്നത് ഇതിനെ ഒരു മാറ്റം വരുത്തുന്നു. ഇവിടെ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക. ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡി എക്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് എന്താണ്, അപ്പം ഡോ ഫൈ ഡിവൈഡ് ബൈ ഡി എക്സ് ഇത്രയും നമുക്കുണ്ട്. ഓക്കെ, അപ്പം അധികമായിട്ടുള്ളത് എന്താണ്, ഒരു ഡി എക്സ് ആണ്, ഡി ടി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പകരം ഒരു ഡി ടി വെളിയിലും കിടക്കുന്നു. അപ്പോൾ നമ്മൾ സത്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്താണ്,
ഈ സ്റ്റെപ്പിൽ ഒരു dt/dt വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. dt/dt എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ചേഞ്ചും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ dt/dt വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഈ സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡി ടിയെ നമ്മൾ ഈ താഴത്തോട്ടും എടുക്കുന്നു, ഒരു ഡി ടിയെ വെളിയിലത്തോട്ടും എടുക്കുന്നു. അതേപോലെ തന്നെ എന്താണ് സെക്കൻഡ് ടൈമിൽ ഇതേപോലെ തന്നെ താഴത്തെ ഡി ടി ഉണ്ട്, കോമൺ ആയിട്ട് വെളിയിൽ ഒരു ഡി ടി ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല, 1 ആയിട്ട് നിൽക്കും. അപ്പം അതിനെ നമുക്ക് എന്താണ്, അപ്പം ∂φ/∂x dx എന്നുള്ളതിനെ ∂φ/∂x dx/dt എന്ന് എഴുതി മാറ്റാൻ സാധിക്കും. കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ∂φ/dy dy/dt എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്താണ്, ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്. ആ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ∂φ/∂x dx/dt ∂φ/∂y dy/dt എന്നുള്ളതാണ്. അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വെച്ച് ഡെറിവേറ്റീവ്, അതായത് എന്താണ് y² ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി നമ്മൾ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പം ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതേപോലെയാണ്. അതായത് എന്താണ്, ഫൈ എന്നുള്ളത് ഒരു എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ചെയ്യുന്ന ഡെഫിനിഷനാണ് ഈ കിടക്കുന്നത്. ∂φ/∂x dx/dt +∂φ/∂y dy/dt. അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സിലും വൈയിലുമുള്ള ഒരു ഫംഗ്ഷനാണ് എങ്കിൽ, എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ d/dt ഓഫ് ഫൈ ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. അപ്പം d/dt ഓഫ് ഫൈ എന്ന് പറയുന്നത് ആണ് മുകളിൽ കിടന്നത്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പം അതിനെന്താണ്, അതിന് പകരമായിട്ട് നമുക്ക് d/dt ഓഫ് ഫൈ എന്ന് കൊടുക്കാം. ഫൈ എന്നുള്ളത് എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷനായിട്ട് വരും. അപ്പോൾ അതിനെ സെപ്പറേറ്റ്ലി എന്താണ് ∂x വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു, എക്സിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ∂y വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ നോക്കിയും ഇവിടെ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ കിടക്കുന്നു, ഡെറിവേറ്റീവ് കിടക്കുന്നു. പരസ്പരം ഇൻവേഴ്സുകളായതുകൊണ്ട് അത് ക്യാൻസലായി പോവുകയും ഫൈ ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്നുള്ളത് മാത്രം കിട്ടുകയും ചെയ്യുന്നു. ലിമിറ്റും കൂടെ കൊടുക്കുന്നു, t = a to b എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ലിമിറ്റിനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പം ഈ സാധനം കിട്ടും. ഇതായിരുന്നു നമുക്ക് വേണ്ടത്. ഹെൻസ് ദ തിയറം. ഈ തിയറം ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, നെയിംഡ് തിയറമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെച്ചിരിക്കുക. പ്രൂഫ് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനിയും ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അടുത്ത് വരുന്നത്. എക്സാമ്പിൾ 2 കൊടുത്തിരിക്കുന്നത് എയും ബിയും ഉണ്ട്. കൺഫേം ദാറ്റ് ദ ഫോഴ്സ് ഫീൽഡ് എഫ് എന്ന് പറയുന്നത്, എക്സാമ്പിൾ 1 പറയുന്ന ഈ എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഷോ ദാറ്റ് എഫ് എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ കണ്ടുപിടിക്കണം. അപ്പോൾ അതേപോലെ തന്നെ ബി ഉണ്ട്. ബി പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇൻ്റഗ്രൽ 0 to 1 f.dr കണ്ടുപിടിക്കാനുമാണ് പറയുന്നത്. അപ്പം കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ∇φ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ∇φ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ∇φ എന്നുള്ളത് ഡെഫിനിഷൻ എഴുതുക ∂φ/∂x i + ∂φ/∂y j ആണ്. അപ്പോൾ ∂φ/∂x എന്ന് പറയുന്നത് ഫൈ എടുത്ത് എഴുതുക ആദ്യമേ. ഫൈ എന്നുള്ളത് XY ആണ്. അപ്പോൾ XYയെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അപ്പം അത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വൈയെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പം y × i എന്ന് കിട്ടും, പ്ലസ് x × j എന്ന് കിട്ടും. അപ്പോൾ yi + xj എന്ന് കിട്ടി. അപ്പോൾ ഇനി ഒന്ന് നോക്കിയേ, ഇവിടെ നമ്മൾ എഫ് ആയിട്ട് തന്നിരുന്നത് അത് തന്നെയാണ്, yi + xj ആണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ∇φ എന്ന് പറയുന്നത് എഫ് ആയിട്ട് കിട്ടി. ∇φ എന്ന് പറയുന്നത് എഫ് ആയിട്ട് കിട്ടി. ഇതായിരുന്നു കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എ അവിടെ പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇനിയും ഈ തിയറം യൂസ് ചെയ്തുകൊണ്ട് എന്താണ് എഫ് ഈസ് ഈക്വൽ ടു ∇φ എന്ന് കിട്ടി. അപ്പോൾ ഫൈ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എഫിനെ f.dr ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ആ ഫൈ ഓഫ് 1 മൈനസ് ഫൈ ഓഫ് 0 ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് ഫൈ ഓഫ് 1 മൈനസ് ഫൈ ഓഫ് 0 ചെയ്യാൻ നേരത്ത് ഈ എന്താണ്
എക്സ് വൈ എന്നുള്ളതിനകത്തോട്ട് എക്സിന് പകരം 1ഉം വൈക്ക് പകരം 1ഉം കൊടുക്കുമ്പോൾ 5 കിട്ടും. എക്സിന് പകരം 0, വൈക്ക് പകരം 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പോൾ 1 - 0 എന്നുള്ളത് 1 ആയിട്ട് കിട്ടും. സോ എന്താണ്, ആ ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് പകരം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, 1 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ലൈൻ ഇൻ്റഗ്രൽ എലോങ് ക്ലോസ്ഡ് പാത്താണ്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇതേപോലെ ഒരു കർവ് വരുന്നു, വേറൊരു കർവ് വരുന്നു, മൂന്നാമതൊരു കർവ് വരുന്നു, അങ്ങനെയുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കർവായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു സർക്കിൾ വന്നാൽ, ഇതേപോലെ ക്ലോസ്ഡ് കർവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻ്റഗ്രൽ എന്നുള്ളതാണ് ഈ അടുത്ത സെക്ഷനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നോക്കിയേ, ഇതിനെ ഞാനിപ്പം എ എന്ന് വിളിച്ചു, ഇവിടെ ബി എന്നും വിളിച്ചെന്ന് കരുതുക. ഓക്കെ, ഇവിടെ ഈ ഫിഗറിനകത്ത് ഈ ആർ ഓഫ് എയും ആർ ഓഫ് ബിയും സെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് എ ആണ്, ഇത് ബി ആണെന്ന് കരുതുക. അപ്പോൾ ഈ ഒന്നാമത്തെ ഈ ഒരു കർവ് എയിൽ നിന്നും ബിയിലോട്ട് പോകുന്നു. അതേപോലെ തന്നെ അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ ഉള്ളത് ഇങ്ങനെയാണ്. അപ്പം ഈ രണ്ടാമത്തെ കർവ് എന്താണ്, ബിയിൽ നിന്നും എയിലോട്ട് ഇങ്ങോട്ട് വരുന്നു, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് പാത്തുകൾ ഇതേപോലെ എയിൽ നിന്നും ബിയിലോട്ട് പോകുന്ന രണ്ട് പാത്തുകളാണെങ്കിൽ, എയിൽ നിന്നും ബിയിലോട്ട് പോകുന്ന രണ്ട് പാത്തുകളാണെങ്കിൽ അവയുടെ ഇൻ്റഗ്രൽ ചെയ്യുമ്പം സെയിം ആകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത, ഒന്നാമത്തത് ഒരു ഡയറക്ഷനിൽ പോകുന്നു, എയിൽ നിന്ന് ബിയിലോട്ടും, രണ്ടാമത്തത് ബിയിൽ നിന്ന് എയിലോട്ടുമാണ് വന്നത്. അപ്പം ഒന്നാമത്തതിനെ C1 എന്നും രണ്ടാമത്തതിനെ C2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ C1ൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് C2ൻ്റെ ഡയറക്ഷൻ. അപ്പം ഇതിനെ നമുക്ക് എന്താണ്, ഈ രണ്ടാമത്തെ കർവിൻ്റെ ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ -C2 എന്ന് വിളിച്ചാൽ മതിയല്ലോ. അതായത് ഒന്നാമത്തത് C1 ആണ് പ്ലസ് C2 പോകുന്നത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. അപ്പോൾ അത് C2 ആണെങ്കിൽ -C2 എന്ന് പറയുന്നത് എന്തായിരിക്കും, അതും എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന രീതിയിലാകും, ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന രീതിയിലാകും. അപ്പം C1 + -C2 എന്നുള്ളൊരു പുതിയൊരു കർവ് എടുത്താൽ, അതായത് C1 - C2 എന്നുള്ളൊരു കർവ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റഗ്രൽ സെയിം ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പം ടോട്ടൽ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ, C1ഉം C2ഉം സെയിം ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ 0 ആയിട്ട് കിട്ടും. അപ്പം ക്ലോസ്ഡ് കർവിലുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും എന്നുള്ള കാര്യമാണ് നമുക്കിനി അടുത്ത സെക്ഷനകത്ത് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയയിലാണ് അത് പോകുന്നത്, അത് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ഫിഗർ എടുത്ത് വെച്ച് നിങ്ങളൊന്നും കൂടെ ആലോചിച്ച് നോക്കിയാൽ മതി. എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നുണ്ട്, വീണ്ടും എയിൽ നിന്ന് ബിയിലോട്ട് വേറെ പാത്തിലൂടെ പോയി കഴിഞ്ഞാലും അത് രണ്ട് സെയിം ആണ്. അപ്പം രണ്ട് സെയിം ആണ് എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തത് ബിയിൽ നിന്ന് എയിലോട്ട് വരുന്നത് മാറ്റി, ബിയിൽ നിന്ന് എയിലോട്ട് വരുന്നത് മാറ്റി എയിൽ നിന്ന് ബിയിലോട്ട് മാറ്റി നോക്കുക. അപ്പം മൈനസ് കിട്ടും. അപ്പം രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 0 ആയിട്ടായിരിക്കും വരുന്നത്. അത് അല്ല എങ്കിൽ വേറൊരു രീതിയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇത് എ എന്ന് കരുതുക. ഓക്കെ, നമുക്ക് നോക്കാം. സോറി, അപ്പം എയിൽ നിന്ന് എയും ബിയും A = B ആയിട്ട് എടുക്കുന്നു എന്ന് കരുതുക. A = B ആയിട്ട് എടുക്കുമ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ അവസാനിക്കുന്ന ഒരു ഒറ്റ കർവായിട്ട് ഇതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു പാത്താണ്. അത് എയിൽ നിന്ന് ബി സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഒന്ന് തന്നെയാണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ 5 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5 ഓഫ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എൻഡിങ് പോയിൻറ്റ് -5 ഓഫ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എന്നുള്ളതായിരുന്നല്ലോ നമുക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണെങ്കിൽ 5 ഓഫ് x1 y1 - 5 ഓഫ് x0 y0 എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റുകൾ സെയിം ആണെങ്കിൽ 0 ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ പ്രീവിയസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പോകാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു തിയറമാണ്. ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ പറയാനുള്ളത്, ഞാൻ ഓൾറെഡി ഒരു തിയറം ഇതേപോലെ അസൈൻമെൻറ്റ് തന്നായിരുന്നു. ഞാൻ ഞങ്ങൾക്ക് 2 തിയറങ്ങളാണ് അസൈൻമെൻറ്റുകളായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്.